പിന്നെ അത്രയും പ്രശ്നത്തിലാണ് സമൂഹം. അതുകൊണ്ട് പറയാൻ നിർബന്ധിതനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ സർക്കാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കുട്ടികൾക്ക് അവരവരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ധാരണ കുട്ടികൾക്ക് കൊടുക്കണം. അത് 1-ാം ക്ലാസ് മുതലേ കൊടുക്കണം. ആവശ്യമില്ലാത്ത കുറേ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കൊടുക്കല്ല വേണ്ടത്. വെറുതെ കുറേ കെമിസ്ട്രി കൊടുക്കുക, കുറേ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് കുട്ടികളെ തലമുണ്ടാക്കി ഒരു ആവശ്യമില്ല. ഇവരിൽ ഏറിയ കൂറും ഡോക്ടർ ആവാൻ പോകുന്നില്ല. അവർക്ക് കെമിസ്ട്രിയും ഫിസിക്സൊന്നും പഠിക്കേണ്ട ആവശ്യം, ബയോളജിയും പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക. പിന്നെ വലിയ വലിയ പഠനമൊക്കെ നടത്തുന്ന ആളുകൾക്ക് വലിയ പഠനമൊക്കെ പിന്നീട് കൊടുത്തോട്ടെ. പക്ഷെ പ്രാഥമിക ക്ലാസ്സുകളിൽ തന്നെ അവർക്ക് അവരുടെ ആരോഗ്യത്തെക്കുറിച്ചൊരു ധാരണ കൃത്യമായി കൊടുക്കണം. അത് നിർബന്ധമായും കൊടുക്കണം. അപ്പോഴാണ് അങ്ങനെ വന്നാലുള്ളൊരു ഗുണം എന്താണ്? ആ കുട്ടിക്കാലം മുതലേ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് ലോകത്തിന് മുഴുവനും ആരോഗ്യ പാഠങ്ങൾ കൊടുക്കാൻ കരുത്തുള്ളൊരു രാജ്യത്താണ് ഈ അധപ്പതനമുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതായത് നമ്മുടെ ആയുർവേദം അത് ലോകത്തെ ഏറ്റവും വലിയൊരു ചികിത്സാ മാർഗ്ഗമാണ്. ലോകത്തെ ഏറ്റവും ഉത്തമമായ ചികിത്സാ മാർഗങ്ങളിൽ ഒന്നാണ് ശുദ്ധമായ ആയുർവേദം. ഞാൻ ശുദ്ധം എന്ന് പറയാൻ കാരണം പിൽക്കാലഘട്ടത്തിൽ അലോപ്പതി അതിനെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആയുർവേദത്തിനെ ആശ്രയിക്കാനും ജനങ്ങൾക്ക് വിശ്വാസ്യതയില്ല. എന്തുകൊണ്ട്? ഒരു നിലക്ക് ആയുർവേദത്തെയും ആര് കൈയടക്കിക്കൊണ്ടിരിക്കുന്നു? അലോപ്പതി. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം എന്തെന്നാൽ കുട്ടികൾക്ക് അവരവരുടെ ആരോഗ്യം സൂക്ഷിക്കുന്ന കാര്യം എങ്ങനെ, ഒരാളുടെ ആരോഗ്യം എങ്ങനെ കുട്ടിക്കാലം, പിന്നെ കൗമാരക്കാലം, യൗവനകാലം, എങ്ങനെയാണ് നല്ല രക്താണുക്കൾ ഉണ്ടാകുന്നത് ശരീരത്തിൽ, എങ്ങനെയാണ് രക്തം ദുഷിക്കുന്നത്, ഇതൊക്കെ പ്രാഥമികമായ കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ ആചാര്യന്മാരുടെ പഠനങ്ങൾ ധാരാളമുണ്ട്. ആ പഠനത്തെ വെല്ലാവുന്നൊരു പഠനം ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടുമില്ല. ഭാരതീയ ആചാര്യന്മാർ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ആയുർവേദത്തിൽ എഴുതി വച്ച രത്നം കൊണ്ട് എഴുതാവുന്ന, സ്വർണ്ണലിപി കൊണ്ട് എഴുതാവുന്ന മഹത്തായ ആരോഗ്യശീലങ്ങളെ മറികടക്കുന്ന ഒരു പഠനം ഇന്ന് വരെ ലോകത്ത് ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു നാട്ടിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളെ മക്കൾ. അപ്പം നമ്മുടെ ആചാര്യന്മാർ എന്തു പറഞ്ഞു, അവർ എങ്ങനെ ആരോഗ്യത്തെ സൂക്ഷിച്ചു, അവരെങ്ങനെയാണ് 100, 120, 150 വയസ്സ് ജീവിച്ചു. ഞാൻ വാഗ്ഭടാനന്ദ സ്വാമികളെ കുറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, 135-ാമത്തെ വയസ്സിലാണ് വാഗ്ഭടാനന്ദ സ്വാമികൾ മരിക്കുന്നത്. അവരുടെ പുസ്തകമാണത്, അഷ്ടാംഗഹൃദയം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട സർക്കാർ ഗൗരവമായി ചിന്തിക്കണം. ഇന്ന്